മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫോർമേഷൻ വെച്ചിട്ട് ബീംസ് സോൾവ് ചെയ്യണതാണ് നെക്സ്റ്റ്. സോ ഇപ്പോൾ ഒരു പ്രോപ്ഡ് കാൻഡിലിവർ ബീം എടുക്കുകയാണ്. വെച്ചാൽ ഒരു എൻഡിൽ ഫിക്സഡ് എൻഡ് മറ്റേ എൻഡ് റോളർ സപ്പോർട്ട് ഉള്ള ഒരു കാൻഡിലിവർ പ്രോപ്ഡ് കാൻഡിലിവർ ബീം. സോ പ്രോപ്ഡ് കാൻഡിലിവർ ബീം എടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സ്റ്റാറ്റിക്കൽ ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് 4 - 3 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് ഫിക്സഡ് എൻഡിൽ 3 റിയാക്ഷൻസ് ഉണ്ടാവും, റോളർ സപ്പോർട്ടിൽ ഒരു റിയാക്ഷൻ. സോ ടോട്ടൽ 4 റിയാക്ഷൻസ്. സോ വി ആർ ഡൂയിങ് 4 - equilibrium conditions is 3. So 4 - 3 equal to 1. സോ ഇതിൽ ഒരു റിയാക്ഷൻ നമ്മൾ റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ഈ കേസിൽ നമ്മൾ റോളർ സപ്പോർട്ടിൽ വരണ റിയാക്ഷനാണ് റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണത്. സോ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡീഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് ബി അത് റോളർ സപ്പോർട്ടിൽ ഉണ്ടാവണ ഡിഫ്ലക്ഷൻ വെച്ചാൽ നമ്മൾ റോളർ സപ്പോർട്ടിലത്തെ റിയാക്ഷൻ റിമൂവ് ചെയ്യണ സമയത്ത് അവിടെ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷനും റിഡൻഡൻറ്റ് ഫോഴ്സ് RB കൊണ്ടുണ്ടാവുന്ന ഡിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യണത്. സോ എവിടെയാണോ റിഡൻഡൻറ്റ് ഫോഴ്സ് ഉള്ളത് ആ പോയിന്റിൽ വരണ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡും ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ദാറ്റ് റിഡൻഡൻറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Determine the reaction components for the propped cantilever subjected to a UDL throughout the span. So UDL W per unit length ആണ്, ലെങ്ത് L. എയിലുള്ളത് ഫിക്സഡ് സപ്പോർട്ടിൽ, ബി ഉള്ളത് റോളർ സപ്പോർട്ട്. സോ SI എന്ന് പറയുന്നത് 4 - 3 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് RB ആൻഡ് MA ആണ്. സോ നമുക്ക് SI 1 കിട്ടിയ കാരണം നമുക്ക് RBനെ റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് എടുക്കാം. സോ ചൂസിങ് RB ആസ് റിഡൻഡൻറ്റ് ഫോഴ്സ്, നമ്മൾ ആ റിഡൻഡൻറ്റ് ഫോഴ്സിനെ റിമൂവ് ചെയ്തു. സോ ആ ഒരു സ്ട്രക്ചറിൽ റിഡൻഡൻറ്റ് ഫോഴ്സിനെ റിമൂവ് ചെയ്താൽ നമുക്കൊരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ ഫോം ചെയ്യും. അതാണ് ഇവിടെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ വരച്ചു. പിന്നെ നമ്മൾ വരച്ചിരിക്കുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് RB മാർക്ക് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ. സോ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് എക്സ്റ്റേണൽ UDL ആക്ട് ചെയ്യുന്ന സമയത്ത് പോയിന്റ് ബിയിൽ വരുന്ന ഡിഫ്ലക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കണത്. അത് നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ റിഡൻഡൻറ്റ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാൻഡിലിവർ ബീമാണ് ഫോം ചെയ്യണത്. ഓക്കെ, സോ ഞാൻ ആ കാൻഡിലിവർ ബീം വരയ്ക്കുകയാണ്. AB എന്ന് വരച്ചിട്ട് കാൻഡിലിവർ ബീം. അതുപോലെ തന്നെ യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യണത്. സോ ഏത് പോയിന്റിലത്തെ ഡിഫ്ലക്ഷൻ ആണെങ്കിൽ കാണേണ്ടത് ആ പോയിന്റിൽ ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഒരു ഒറ്റ സ്പാനുള്ള. സോ പോർഷൻ AB, ഒറിജിൻ എന്ന് പറയുന്നത് ഞാൻ B എന്നാണ് ഒറിജിൻ എടുക്കുന്നത്. എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് ഫ്രം 0 to L. ഇനി ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ വരണ മൊമെൻറ്റ്. സോ ഈ കേസിൽ വരുന്ന മൊമെൻ്റ് ആണ് -W × x²/2. ഓക്കെ, UDL കാരണമാണ് -W × x²/2 വന്നത്. സ്മോൾ m എന്ന് പറയുന്നത് യൂണിറ്റ് ലോഡ് കൊണ്ട് ആക്ട് ചെയ്യണ മൊമെൻറ്റ്, ദാറ്റ് ഈസ് -1 × x. ഓക്കെ, സോ ഇതാണ് മൊമെൻറ്റ്. ഇനി നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. യൂണിറ്റ് ലോഡ് മെത്തേഡിൻ്റെ ഇക്വേഷനാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ. ഇൻ്റഗ്രൽ 0 to L M × സ്മോൾ m/EI dx. ഓക്കെ, ഇതാണ് യൂണിറ്റ് ലോഡിൻ്റെ ഇക്വേഷൻ. അതിൽ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും WL⁴/8 EI. ഇനി നെക്സ്റ്റ് നമ്മൾ റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യണത് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആദ്യം RB എന്നുള്ള റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യണ ഒരു ഫിഗർ വരച്ചു. അതാണ് നമ്മുടെ ലോഡ്. ഇനി നമ്മൾ ആ പോയിന്റ് ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ഓക്കെ, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളൊരു യൂണിറ്റ് ലോഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ യൂണിറ്റ് ലോഡ് കൊടുക്കുന്നത് ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ഫോഴ്സ്. അപ്പോൾ നമ്മുടെ റിഡൻഡൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനെ കാരണം യൂണിറ്റ് ലോഡ് നമ്മൾ അപ്വേർഡ് ഡയറക്ഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ വീണ്ടും നമ്മൾ ടേബിൾ വരയ്ക്കുക. പോർഷൻ ഇസ് AB, ഒറിജിൻ ഇസ് B, ലിമിറ്റ് 0 to L. M എന്ന് പറയുന്നത് മൊമെൻറ്റ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്. അച്ഛാ RB എന്നുള്ള റിഡൻഡൻറ്റ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെൻറ്റ്, അതാണ് RB × x. സ്മോൾ m എന്ന് പറയുന്നത് യൂണിറ്റ് ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെൻറ്റ്, അതാണ് 1 × x. ഇനി നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to L mm/EI dx. എമ്മും സ്മോൾ എമ്മിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യു വിൽ ഗെറ്റ് RB × L³ / 3 EI. ഇനി നമ്മൾ ഈ രണ്ട് ഡിഫ്ലക്ഷൻ
അത് വെച്ചാൽ എക്സ്റ്റേണൽ ലോഡ് കൊണ്ടുള്ള ഡിഫ്ലക്ഷനും റിഡൻഡൻറ്റ് ഫോഴ്സ് കൊണ്ടുള്ള ഡിഫ്ലക്ഷനും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വേറ്റിംഗ് 1 and 2. യു വിൽ ഗെറ്റ് RB as 3WL/8. ഓക്കെ, 3WL/8 എന്ന് കിട്ടും. ഇനി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും RA + RB = W × L. സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് RAയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, കാരണം RB ഇപ്പോൾ ഓൾറെഡി കിട്ടി. RBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് RA കിട്ടും. നെക്സ്റ്റ് നമ്മൾ മൊമെൻറ്റ് അബൌട്ട് A ആണ് എടുക്കുന്നത്. ഓക്കെ, ടേക്കിംഗ് ദ മൊമെൻറ്റ് അബൌട്ട് A വിൽ ഗെറ്റ് RB × L - W × L² / 2 - MA. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ നമുക്ക് MAയുടെ വാല്യൂ സോൾവ് ചെയ്ത് കിട്ടും. ദാറ്റ് ഇസ് WL² / 8. ഇങ്ങനെയാണ് നമ്മളൊരു ബീമിൻ്റെ കേസിൽ സോൾവ് ചെയ്യേണ്ടത്. വെച്ചാൽ യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫ്ലക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഇതേപോലത്തെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ ദി റിയാക്ഷൻ കമ്പോണൻസ് ഇൻ ദ പ്രോപ്ഡ് കാൻഡിലിവർ ഷോൺ ഇൻ ഫിഗർ. EI is constant throughout. സോ ഇതിൽ SI എന്ന് പറയുന്നത് 4 - 3 = 1 തന്നെയാണ്. RB എന്നുള്ള റിയാക്ഷനാണ് റിഡൻഡൻറ്റ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണത്. സോ നമ്മൾ രണ്ട് ഫിഗർ വരച്ച, ഒന്ന് റിഡൻഡൻറ്റ് ഫോഴ്സ് റിമൂവ് ചെയ്തിട്ടുള്ളതും ഒന്ന് റിഡൻഡൻറ്റ് ഫോഴ്സ് മാത്രം ആക്ട് ചെയ്യണ രണ്ട് ഫിഗേഴ്സ് വരച്ചു. ആദ്യത്തെ ഫിഗർ കൺസിഡർ ചെയ്യുക. ആ ഫിഗറിൽ ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ബിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ നമ്മൾ ആ ബിയിലൊരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യും. ഓക്കെ, സോ നമ്മൾ ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എക്സ്റ്റേണൽ 30 kN ലോഡ് ആക്ട് ചെയ്യുമ്പോൾ വരുന്ന ലോഡും മൊമെൻറ്റും, സ്മോൾ m എന്ന് പറയുന്നത് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന മൊമെൻറ്റ്. സോ എൻ്റെ ആദ്യത്തെ പോർഷൻ AC കൺസിഡർ ചെയ്യുക. എൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, ലിമിറ്റ് ഇറ്റ് വേരീസ് ഫ്രം 0 to 2. ഓക്കെ, ആൻഡ് M മൊമെൻറ്റ് എന്ന് പറയുന്നത് -30 × x എന്ന് വരും. സ്മോൾ m എന്ന് പറഞ്ഞാൽ മൊമെൻ്റ് ആണ്. ഓക്കെ, സ്മോൾ m എന്നാണ് യൂണിറ്റ് ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന മൊമെൻറ്റ്. ദാറ്റ് ഇസ് 1 × 3 + x. ഇനി CB എന്നുള്ള സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഒറിജിൻ എന്ന് പറയുന്നത് B എടുക്കണം. ലിമിറ്റ് ഇറ്റ് വേരീസ് ഫ്രം 0 to 3. ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ 0 ആണ്, കാരണം നമുക്ക് റൈറ്റ് സൈഡിൽ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. സ്മോൾ m എന്ന് പറയുന്നത് -1 × x. ഇനി ഈ വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ സോൾവ് ചെയ്യുക. ദാറ്റ് ഇസ് ഇൻ്റഗ്രൽ 0 to L MM/EI × dx. ഇതിൽ രണ്ട് സ്പാനിൽ കാരണം രണ്ട് ഇൻ്റഗ്രേഷൻ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, രണ്ട് സ്പാനെ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ആഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? റിഡൻഡൻറ്റ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാവണ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. സോ ആദ്യം റിഡൻഡൻറ്റ് ഫോഴ്സ് RB വരയ്ക്കണം. RB എന്നുള്ള പോയിന്റിൽ യൂണിറ്റ് ലോഡ് കൊടുത്തിട്ടുള്ള ഫിഗറും വരയ്ക്കണം. ഓക്കെ, സോ യൂണിറ്റ് ലോഡ് കൊടുക്കുമ്പോൾ RB ഏത് ഡയറക്ഷനാണോ ആ ഡയറക്ഷനിലേക്ക് തന്നെ വേണം 1 kN എന്നുള്ള ലോഡും ആക്ട് ചെയ്യാൻ. സോ ഇവിടെ ജസ്റ്റ് ഒരു ഒറ്റ സ്പാൻ മാത്രം കൺസിഡർ ചെയ്താൽ മതി. AB എന്ന് പറയുന്ന സ്പാൻ. സോ ഒറിജിൻ എന്ന് പറയുന്നത് B ആണ്. ലിമിറ്റ് ഇറ്റ് വേരീസ് ഫ്രം 0 to 5. ക്യാപിറ്റൽ M എന്ന് പറയണത് RB × x. ഇതിലിപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മുടെ സെക്ഷൻ വരുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് x. ഓക്കെ, സോ RB × x ആൻഡ് സ്മോൾ m എന്ന് പറയുന്നത് 1 × x. നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ 0 to L MM/EI നമുക്ക് 125 RB/3EI എന്ന് കിട്ടും. ഈ കിട്ടിയ ഡെൽറ്റയും നേരത്തെ കിട്ടിയ ഡെൽറ്റയും കൂടിയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അത് രണ്ടും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RBക്ക് വാല്യൂ കിട്ടും. RBക്ക് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ, ദാറ്റ് ഇസ് സിഗ്മ FF(y) = 0. അതിൽ വിൽ ഗെറ്റ് RA + RB = 30. ഈ ഇക്വേഷനിൽ നമുക്ക് RAയുടെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് A. മൊമെൻറ്റ് അബൌട്ട് A എടുക്കുമ്പോൾ RB × 5 - 30 × 2 + MA = 0. നമുക്ക് MAയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു കാൻഡിലിവർ ബീം അല്ലെങ്കിൽ പ്രോപ്ഡ് കാൻഡിലിവർ ബീമിൻ്റെ കേസസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതും SI എന്ന് പറയണത് 1 എന്ന് കിട്ടുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനും സിമിലർ ആണ്, അതേപോലെ തന്നെയാണ് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ.